ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ അടിമത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഇന്ത്യയുടെ വിലമതിക്കാനാകാത്ത സ്വത്തുക്കളെല്ലാം ബ്രിട്ടീഷുകാരനായ വൈസ്രോയ് റീഡിയം പ്രഭു കൊള്ളയടിക്കുന്ന കാലത്ത് ജനറൽ വിൽ ബേർഡ്വുഡ് അറിയിച്ചതനുസരിച്ച് മദ്രാസ് റെജിമെന്റിന്റെ കീഴിലുള്ള കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കാട്ടിലൊരു അമ്പലമുണ്ടെന്നും വിലമതിക്കാനാകാത്ത പഞ്ചലോക വിഗ്രഹം ഉള്ളതായും അറിയുന്നു. വൈസ്രോയ് റീഡിയം പ്രഭു അത് കൈക്കലാക്കാൻ തന്റെ ബ്രിട്ടീഷ് സൈന്യത്തെ അങ്ങോട്ട് അയക്കുന്നു. അതിന് നേതൃത്വം നൽകിയത് വില്യം ബേർഡ്വുഡ് തന്നെയായിരുന്നു. അങ്ങനെ അവർ അമ്പലം കണ്ടെത്തുകയും അതിനുള്ളിൽ പ്രവേശിച്ച് വിഗ്രഹം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ശൂന്യതയിൽ നിന്നും ബ്രിട്ടീഷ് സൈന്യത്തിന് നേരെ അമ്പുകൾ വന്നു. തങ്ങളുടെ അമ്പലത്തിനെ സംരക്ഷിക്കാൻ ഗോത്രവർഗക്കാരെത്തി. അവരുടെ ആക്രമണത്തിൽ ബ്രിട്ടീഷുകാർ പകച്ചോടി. തോറ്റു തുന്നം പാടിയ ബ്രിട്ടീഷുകാർ ചരിത്രമാണെങ്കിൽ ഇന്നും അമ്പലത്തെ ചുറ്റിപ്പറ്റി പല ദുഷ്ടശക്തികളും പ്രവർത്തിക്കുന്നു. പക്ഷെ അതിൽ നിന്നും സംരക്ഷിക്കാൻ ഗോത്രവർഗക്കാർ ഇപ്പോഴും കാവൽ നിൽക്കുന്നുണ്ട്.